താഹകതകജം തരികിടതകജം താകിടതകജം തരികിടതകജം താങ്കിടതക തരികിടതക ദീങ്കിടതക തരികിടതക നങ്കിടതക തരികിടതക തരകിടം 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 Tadim tadom tagaditom tagadim tadim tadom taragdat tadim tagadim taragdat tadim tatam tim takit tajam 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 taragdat tadim tagadim taragdat tadim tatam tim takit tajam 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 എന്തായിരുന്നു ഭയങ്കര ഒരു ചലഞ്ചിങ് സോങ് അല്ലേ? എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ശരത് സാറിനോട് ചോദിക്കട്ടെ. സാർ ഹായ് മക്കളെ, സുഖാണോ? സുഖാണ്. നന്നായിട്ട് പാടി. താങ്ക് യു സാർ. എന്നാലും കുറെ സ്ഥലത്തൊക്കെ തെന്നി എന്ത് പറ്റി അറിയില്ല. ആർക്കും അറിഞ്ഞൂടാ, അറിയാവുന്ന ഒരാള് മോള് മാത്രം. മോക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ അറിയുന്ന മോള് തെന്നിയ കാര്യം? കുഴപ്പമില്ല. എങ്കിലും മോള് കുറെ ഏരിയ ഒക്കെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് മോള് പാടിയത് നല്ല രസമായിരുന്നു. താങ്ക് യു സാർ.
മക്കളെ തരികിടയാണ് കേട്ടോ, ദരികിടയല്ല കേട്ടോ. ദരികിട എന്ന് പറയുമ്പോൾ അത് എനിക്ക് പെട്ടെന്ന് ജഗതി അണ്ണനൊക്കെ ഓർമ്മ വന്നു. അത് തരികിടയാണ് കേട്ടോ. ഓക്കെ സാർ. പിന്നെ മക്കളെ ലയം എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്, അറിയാമോ? ഒക്കെ ഇപ്പോൾ ഒരു തക്കിട്ട 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 തക്കച്ചിക്ക് ടക്ക തക്കച്ചിക്ക് തക്ക തക്കട്ട 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 എല്ലാം അതിനകത്ത് നിൽക്കണം. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടിയാൽ അത് മോള് കുഞ്ഞാണ്. ഇപ്പൊ എത്ര വയസ്സായ മക്കൾക്ക്? 12. 12 ഉള്ളടാ. ഒരു 22 വയസ്സ്, 22.25 മോക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ എന്നെ വിളിച്ച് പറയണേ. അപ്പൊ മക്കളെ അതാണ് പ്രധാനമായിട്ട് കാണ വേണ്ടും. അതിന് കുറച്ചും കൂടെ ക്ലാരിറ്റി നമുക്കത് പക്കായിട്ട് പാടിയ ലാസ്റ്റ് പല്ലവി പാടുമ്പോൾ അതിനൊരു കുറച്ചും കൂടെ ക്ലാരിറ്റി ആണ്, കുറേയും കൂടെ അങ്ങോട്ട് തെളിച്ച് നമുക്ക് പാടിയാലോ. ഒന്ന് ശ്രുതി കൊടുക്കോ കുഞ്ഞിന്? കുറച്ചും കൂടെ മോളെ അങ്ങോട്ട് കയറി പോരുത് മോള്. അടുത്തത് ആ തോഴി, നിർത്തുന്ന തോഴി ആലാപനം മുമ്പ് ആ മോളെ അത് ഇതാണ് വേണ്ടത് കേട്ടോ. എല്ലാം അറിയാം, എല്ലാം അറിയാം. സമയത്ത് പാടത്തില്ല, നിർബന്ധമാവും കുഞ്ഞിന്, അല്ലേ മക്കളെ? മക്കളെ അതുപോലെ ആ ടെമ്പോ എന്താണ് മോക്ക് കറക്റ്റ് വരാത്തത്? ആ സാധനം ഓക്കെ അത് അതിനകത്ത് നിൽക്കണം കേട്ടോ. പിന്നെ മോളെ ലാസ്റ്റ് ലൈൻ അത് இந்த ஒளி நிலவை பார்த்து கைகள் ഈ ഓസിലേഷൻ എല്ലാം അതിൻ്റെ രാഗത്തിൻ്റെ നോട്ട്സിലൂടെ വേണം മോള് ഓസിലേറ്റ് ചെയ്ത് മേളിലോട്ട് പോകാൻ കേട്ടോ. ഇവിടം വരെ എന്ന് പാടുമ്പോൾ അത് ഇതെന്തോന്ന് ഇങ്ങനെ എന്ന് തോന്നും. അതുകൊണ്ട് എപ്പോഴും അത് മനസ്സിൽ വെച്ചേക്കണം മോള്. അതിൻ്റെ ഒരു ആത്മാവ് നമ്മൾ ഒരിക്കലും ലൂസ് ചെയ്യരുത്. മക്കൾ നല്ല ടാലൻറ്റഡ് ആണ്, അത് പറയേണ്ട കാര്യമില്ല. ആരോ ചുമച്ചു, സത്യ ആരോ ചുമച്ചു ആ സമയത്ത്. അത് ഞാനാ ഹരി. ഞാൻ വേറൊരു കാര്യം കൂടെ പറയും, ചുമക്കണേ മക്കളെ. അതുപോലെ മന്മഥ, അത് പിന്നെ സ്ലിപ്പായിപ്പോയി അല്ലേ? നമുക്കൊന്ന് മന്മഥനൊക്കെ സ്ലിപ്പാകാമോ? ഷാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാ മന്മഥൻ. അത് സ്ലിപ്പാവര്, ഷാൻ കരയും. മക്കളൊന്ന് പാടിക്കാൻ എനിക്ക് സഹിക്കാൻ പറ്റും. ഇപ്പോഴും നോക്ക്. ഓക്കെ, അടുത്തത് ഇത് ആറാത. അത് എന്ത് ഇംഗ്ലീഷിൽ എഴുതി വെച്ചേന്ന് കൊച്ച്. എന്നെ വിട്ട് സെൽവത. അതന്നെ നെഞ്ചം വാറാത. എന്താ എഴുതി വെച്ചത്? എന്നെ വിട്ട് സെൽവത. അതും ഒരു സ്ലിപ്പ് ഉണ്ട് മോക്ക്. അങ്ങ് എത്തട്ടെ. അങ്ങ് കൊണ്ട് അങ്ങ് കേക്കട്ടെ, ബാക്കി കൂടെ കേക്കട്ടെ. ഞങ്ങള് കേക്കാനല്ലേ വെയിറ്റ് ചെയ്യുന്നത്. എന്നോട്ട് അത് കേക്കട്ടെ. ഇപ്പൊ തെന്നി ഒരു സ്ഥലം. അങ്ങ് അടിച്ചേക്കണം മോളെ. ധൈര്യമായിട്ടങ്ങ് പാടുക, ബാക്കിയുള്ളവരും പിന്നെ ആലോചിക്കുക. ഇപ്പൊ ആരെ പേടിക്കാനാ? അത്രേ ഉള്ളൂ. അപ്പൊ അത്രയൊക്കെ ഉള്ളു സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ മോള് ലയം പ്രധാനമായിട്ട് ഒരു ജതി പറയുമ്പോൾ നല്ല അവരായിട്ട് വെള്ളം കുടിപ്പിക്കരുത്. ഗോപാലും എന്നെ എന്തൊക്കെയാലും മക്കള് നല്ല ചന്തമായിട്ട്, നല്ല ഡ്രസ്സിങ്, നല്ല പാട്ട്, മോള് നന്നായിട്ട് തന്നെ എന്നെ പാടി. പക്ഷെ ഇതും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. താങ്ക് യു മുത്തേ. താങ്ക് യു സർ. ഹരി ചേട്ടാ. പാർവണ. ഓ സർ. നല്ല സോങ് സെലക്ഷൻ.
താങ്ക് യു സർ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് പ്ലാൻസ് ഉള്ളൊരു പാട്ടാണ്. എനർജി വേണ്ട പാട്ടാണ്. ഉഗ്രം പാട്ട്, ഒരുപാട് പ്ലാൻ. മോള് നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തു. ഇതുവരെ അങ്ങനത്തെ ഒരു സോങ് ചെയ്തിട്ടില്ലല്ലോ, ഇങ്ങനെ ജത്തിയൊക്കെ പറഞ്ഞിട്ട്. ഇല്ല ഇല്ല. തത്തിത്തോം തകദിമി തദീം തദോം തകദിത്തോം തകദിമി തദീം തദോം തരഗദത്തദീം തതകദീം തത്രഗദത്തദീം തതാം തീം തക്കിട്ട തജം 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 തരഗദത്തദീം തതകദീം തത്രഗദത്തദീം തതാം തീം തക്കിട്ട തജം 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 തജം. അതുപോലെ ഞാൻ ഗ്രൂമിങ്ങിന്റെ സമയത്ത് ഞാനൊരു ടിപ്പ് തന്നിരുന്നു. അത് മോളെ തെറ്റിച്ചോണ്ടിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. എന്തായിരുന്നു ആ പല്ലവി ലാൻഡ് ചെയ്യുന്നത്? അതെങ്ങനെയായിരുന്നു? ഒന്ന് ചേട്ടന്മാരൊന്ന്. പക്ഷെ ഇങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചത് ഞാൻ. പക്ഷെ ആ സമയത്ത് വീണ്ടും മോള് തെറ്റിച്ചു. ആ സസ്റ്റൈൻ, അത്രയും സസ്റ്റൈൻ്റെ ആവശ്യമില്ല. നമ്മളൊരു ജതി പറയുമ്പോൾ അതിനൊരു ശ്വാസം എടുക്കണ്ടേ? തത്തിത്തോം അതിനു വേണ്ടി ഇത് മോള് തത്തിത്തോം എന്ന് പറഞ്ഞങ്ങ് തുടങ്ങി. ശ്വാസമൊക്കെ തീർന്നു, ശ്വാസമൊക്കെ പോയി. തത്തിത്തോം തത്തി തരികിടയായി, തപ്പി തടഞ്ഞ്. അതെ, അത് പാട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് ജതി പഠിച്ചേ. ജതി വേറെ ആളാ പാടുന്നത്. പക്ഷെ നമ്മള് തന്നെ സ്റ്റേജിൽ പാടണ്ടേ? ആ ആള് വന്ന് പാടില്ലല്ലോ. അപ്പൊ മോളെ അത് ബ്രത്ത് എടുക്കേണ്ടത് എവിടെയൊക്കെയാണ് നിങ്ങൾ അതൊക്കെ എഴുതി വെക്കണം. എവിടെയൊക്കെ ബ്രത്ത് എടുക്കണം, അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കണം. അല്ലെങ്കിൽ ആ സിംഗേഴ്സ് എവിടെ ബ്രത്ത് എടുത്തിരിക്കുന്നത് ഇതൊക്കെ ഒബ്സർവ് ചെയ്യണം കേട്ടോ. അതുപോലെ അതൊന്ന് പറഞ്ഞ തത്തിത്തോം തത്തിത്തോം തകദിമി തദീം തദോം തകദിത്തോം തകദിമി തദീം തദോം തരഗദത്തദീം തതകദീം തത്രഗദത്തദീം തതാം തീം തക്കിട്ട തജം 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 തരഗദത്തദീം തതകദീം തത്രഗദത്തദീം തതാം തീം തക്കിട്ട തജം 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 തജം. ഗുഡ്, ആ നൈസ്. ഒരാളെ മാത്രം ഒന്ന് ഓടിപ്പോയിട്ടുണ്ട്, ബാക്കി കൊള്ളാം. പക്ഷെ എനിക്ക് രണ്ടാമത് വേറൊരു ജതി പറഞ്ഞല്ലോ, തകജം താം 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 തക്കിട്ട. അതെന്തായിരുന്നു? അതുകൂടി പറഞ്ഞു. തകജം താം താം തകിട്ട ജുണദോം തീം തീം തകിട്ട കിട്ട ജം താം തോം തകിട്ട തകതം തം നം തകിട്ട തജം തത് 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 തകിട്ട തജം തത് 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 ദിമിത തജം തത് 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 തകിട്ട തജം തത് തത്. മോളെ ഒന്ന് ടട്ടിങ് ടക് ടിക് ടക് ടിക് ടിക് അത് അങ്ങനെ തന്നെ നിൽക്കേണ്ട കാലപ്രമാണത്തിൽ. അത് ഇതിന്ന് പോരുത്. പാടിക്കേ 3 4. തജം തത് 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 തകിട്ട തജം തത് 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 തനു തജം പാടിക്കോ. തജം തത് 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 തകിട്ട തജം തത് 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 ജുണദ തദിം തത് 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 ദിമിത തദിം തത് 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 തർഗദും. അപ്പൊ ഹരി ഇപ്പൊ മനസ്സിലായി, മോടെ തെറ്റല്ല, ഇദ്ദേഹം തെറ്റിച്ച. പാച്ചു അധികം കൈവയ്ക്കായിരുന്നു, കുഞ്ഞു വൃത്തിയായിട്ട് പാടി പറഞ്ഞു. പാച്ചാണോ ഒന്ന് വായിച്ചു കൊടുക്ക് ഒന്നുകൂടെ മോളെ. 1 2 3 4. തജം തത് 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 തകിട്ട തജം തത് 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 ജുണദ തദിം തത് 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 തകിട്ട തദിം തത് 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 തർഗദും. ആ ടട്ടിൻ ടട്ട് 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 ടകട ടട്ടൻ ടട്ട് 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 ടകട ജെൻഡൻ ടക ടകട ജെൻഡൻ ടട്ട് ടട്ട് ടകട ജെൻഡൻ ടക. ഒരിക്കലും ആ ലയം പോകരുത് കേട്ടോ. അത് ഇങ്ങനെ അങ്ങ് പോകണം കേട്ടോ. ഓക്കെ സർ. ബട്ട് ഇറ്റ്സ് ഓക്കെ. നല്ല അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക പാർവണ, എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? പരമാനന്ദം. സുഖമാണല്ലോ. നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ 3 പേരും സിമിലർ സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് വരയിട്ട് വെച്ചിരിക്കണേ. എനിക്ക് മോളുടെ ടോൺ സ്വിച്ച് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സർ. അത് അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. ആ ജതിയിൽ കൊടുക്കേണ്ട അറ്റാക്ക്, ഓഫ് കോഴ്സ് ലയം മനസ്സിലാക്കണം, പക്ഷെ ആ അറ്റാക്ക് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പാട്ടിലേക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ. കാരണം പാട്ടിലേക്ക് വരുമ്പോൾ അത് കൺട്രോൾഡ് ആയിട്ട്, കാരണം ആ സ്വിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മോള് ഈസിലി ക്യാരി ഓഫ് ചെയ്തു. ആ ചരണത്തിൽ തന്നെ പിടിച്ചു വേണ്ട ഏതായിരുന്നു തേനാറ്റിൽ അവിടൊക്കെ മോള് അത് ഒതുക്കി ഭയങ്കര സ്വീറ്റ് ആയിട്ട് മോള് പാടി കേട്ടോ. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കാം. വേഴ്സറ്റാലിറ്റിയിൽ മോൾ അടിപൊളിയാണ്. ഓക്കെ. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ബ്രെത്ത് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോങ് ആണിത്. അഗൈൻ നന്നായിട്ട് പാടി മോള്. അപ്പം എന്തായാലും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ
തീർത്ത് നെക്സ്റ്റ് ടൈം എന്റെ പൊന്നുമോള് വാ കേട്ടോ. All the best. All the best. ഏത് പാട്ടായിട്ടാ വരുന്നതെന്ന് അറിയാൻ വെയിറ്റിംഗ്. അതെ അതെ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഷാനിക്ക. മാർക്സ് ചോദിക്കാം. ശരത് സാർ പേപ്പർ എടുത്തു വെച്ചു, മാർക്ക് എഴുതി. പേനയുടെ പോക്ക് കണ്ടിട്ട് എത്രയായിരിക്കും? ഒരു പിടിയില്ല അല്ലേ? കുറയ്ക്കത്തില്ല മോളെ, ആ, കൂട്ടത്തതുമില്ല. താങ്ക് യു സർ. ആദ്യം പറഞ്ഞപ്പോ ഭയങ്കര ആശ്വാസമായിരുന്നു കുഞ്ഞിന്. കുറയ്ക്കത്തില്ല മോളെ, താങ്ക് യു. കൂട്ടത്തതുമില്ല. താങ്ക് യു. ഷാനിക്ക 8.5. 8.5. താങ്ക് യു സർ. ഒരേ മനസ്സ്, ഒരേ മനസ്സ്, രണ്ട് ശരീരം എന്നുള്ളൂ, ഒരേ മനസ്സ്. ഹരിച്ചേട്ടാ 3 ശരീരം ഒരേ മനസ്സ്. അതെ. അയ്യോ 8.5. 17 മാർക്സ് ആണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ഇനി ശരത് സാറിന്റെ ഇതൊക്കെ വെറുതെ നമ്പറാണ്, നമുക്ക് അറിയില്ല എന്നത്തെ എന്ത് എഴുതിയിരിക്കണേന്ന്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് അറിയാം.